ആ അപ്പൊ റെഡിയല്ലേ? റെഡിയല്ലേ? ഹലോ അപ്പാപ്പാ, നിങ്ങൾ AFK ആവല്ലേ അപ്പാപ്പാ? ജോക്കി, ഞാൻ AFK ഒന്നും അല്ല, എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ രണ്ടുപേരെയല്ലേ വിളിച്ചു. റെഡിയല്ലേ എന്ന് ചോദിച്ചാ പിന്നെ ജോക്കി എന്തിനു പറയണ്ടേ? ഒന്നോ ജോക്കി അല്ല, ജോക്കി അണ്ണന് ഒരു കാര്യം പറയാൻ. ജോക്കി ഒന്ന് പറഞ്ഞു. ഞാൻ വരാം. എന്റെ നമ്പറില്ല, അവരെ കൊണ്ട് വിളിപ്പിച്ചതാ ഞാൻ, നെഞ്ചെ കൊണ്ട്. അന്നോട് സൈഡിൽ സൈഡിൽ വിട്ടതിന് വിട്ടതിന് വാസന എവിടെ ഇരിക്കണേ? വാസന ശരിയാണോ? വാസന ശരിയാണോ? എനിക്കൊന്നും ചെയ്യാൻ വാസന ശരിയാണോ? ഞാൻ എണ്ണിക്കാൻ പറഞ്ഞു. വാസന ശരിയാണോ ഇത്? വാസന ചെയ്യണേക്കെ വാസന ഇരിക്കുമ്പോ എന്തെങ്കിലും കാണിക്കുന്ന മോശമല്ലേ അണ്ണൊരുമാതിരി? അണ്ണ ഇത് എന്റെ കഴിവുകൊണ്ടാണ് അണ്ണു ഞാൻ ഇവന്റെ സീറ്റിൽ ഇരിക്കുന്നോളൂ. ഇവൻ എണ്ണിക്കുന്ന ഇല്ലയോ എനിക്കൊന്ന് അറിയണമല്ലോ. എണീറാ അതേറാ വാണോ ഏറാ മുട്ടിക്കുന്ന ക്രിമിയോ ഇല്ലാലെ നീ കളിയെ മാറടാ 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 മാറണ്ടോടെ ഗേക്കപ്പിള. നീ അവിടെ നീ എന്തൊരു ചെറ്റയാടാ ചന്ദ്ര. ഇവൻ സ്വാനപുത്രൻ തന്തയില്ലാത്ത ഇരിക്കണ്ടേ എന്നാ അവസരം ഈ സൈഡിൽ എന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഇരുന്നോണല്ലേ. അപ്പൊ റെഡിയല്ലേ? റെഡി. അപ്പൊ നമുക്ക് അധികം വൈകിപ്പിക്കണ്ട. കാരണം ഇന്ന് ഇവന്മാർക്ക് എല്ലാവർക്കും പോകാനുള്ള. നാളെ അവിടെ കണ്ണാപ്പിയുടെ വീട്ടിലെത്താനുള്ളതാ. വീടൊക്കെ അഫ്ഗാനിസ്ഥാനിലല്ലേ? ഞാനപ്പോ ലിസ്റ്റ് എടുക്കട്ടെ കൈസ്, ഒരു മിനിറ്റ്. ഇങ്ങനത്തെ കോമഡികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇല്ല അപ്പൊ നമുക്ക് ആദ്യം ടീം ഓയയെ വിളിക്കാം. ഓക്കെ, സോ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് എന്താ പറയാ, ഏറ്റവും നല്ല പ്രസന്റേഷനുള്ള അവാർഡ് നമ്മൾ വെളിയിൽ തരുന്നതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഞാൻ ടീമുകളെല്ലാം ഒന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. അതുപോലെ മോശം ടീമിന്റെ പെർഫോമൻസ് നോക്കിയിട്ട് അവര് അതിൽ നിന്ന് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ടീമിലുള്ള ആൾക്കാരെ സ്ലോട്ട് ഒന്ന് മാറ്റിയിട്ട് അല്ലല്ല ഏറ്റവും മോശം പ്രസന്റേഷൻ ഉള്ളവരെ നാളെ IRL ഡാൻസ് കളിപ്പിക്കും. അപ്പൊ ടീമുകൾ എന്ന് പറഞ്ഞാൽ ടീം തരിപ്പൻസ്, ടീം പൊളപ്പൻസ്, SMS എന്റർപ്രൈസ്, ടീം ബേബി, ടീം ചൈന ടൗൺ, ടീം ഷാർജ, ടീം ശരവണ ബ്രദേഴ്സ്, ടീം ഓയ. സോ അപ്പോൾ ആദ്യത്തെ പ്രസന്റേഷനായി ഞങ്ങള് ടീം ഓയ ക്ഷണിച്ചു കൊള്ളുന്നു. ഏബൽ അലക്സ് സെക്കൻഡ്. പറയേണ്ട കാര്യമുണ്ടാ? ബിസിനസ് പൊട്ടി. എല്ലാവർക്കും വിശിഷ്ടമായ ജഡ്ജസ് എല്ലാവർക്കും നമ്മുടെ കൂപ്പുകൈ നമസ്കാരം. നമസ്തേ. ആദ്യം തന്നെ നെഗറ്റീവ് മാർക്ക്. ഒരു ബിസിനസ് പ്രസന്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇടേണ്ട ഡ്രസ്സ് ഇതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇല്ല അണ്ണാ, നമ്മളെല്ലാം നാടാണാണേ. നമ്മുടെ രണ്ടുപേരും നാടാണാണ്, ഇവർ രണ്ടുപേരും ഇത്തിരി മോഡേണാണ്. അങ്ങനെയല്ല, മോഡേണിന്റെ ഇതിന്റെ അല്ല. ഒരു ബിസിനസ് മീറ്റിംഗിന് ബിസിനസ് പ്രസന്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇതല്ല. വാർ കളിക്കാൻ വല്ല പോകുന്നുണ്ടോ നിങ്ങള്? നമ്മള് നമ്മുടേതായ തനിമ വിട്ട് കളയാതെ ചെയ്യുന്ന ഒരു സംരംഭമാണിത്. ഇത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇത് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് അണ്ണാ സിറ്റിയില്. സത്യം പറഞ്ഞ അതായിക്കോട്ടെ, എന്താണെന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാ ചോദിച്ചു? പറഞ്ഞു അല്ലെ എന്തുകൊണ്ടാണ് പറഞ്ഞ കേക്കട്ടെ. അതാണ് ഓക്കെ അണ്ണ. അത് അണ്ണ ഇപ്പൊ സിറ്റിയിൽ ഒരാണും ഒരു പെണ്ണും കൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ അവർക്ക് എന്താണില്ല പ്രൈവസി. താഴെ സംസാരിക്കില്ലെന്ന് പറയടാ അമ്മമാരുടെ അടുത്തുനിന്ന്. പ്രൈവസി ഇല്ല. പ്രൈവസി, ഒരു മനസ്സമാധാനമായിട്ട് സംസാരിക്കാനുള്ള സ്ഥലമുണ്ടോ സിറ്റിയില്? ഒരു ആണിനും ഒരു പെൺകൊച്ചിനും ഇല്ല. ആണിനും സംസാരിക്കാനും അത് നമ്മുടെ എതിര് തെറ്റ് പറയുന്നില്ല. അത് അവരുടെ ഇഷ്ടമാണല്ലോ. മോഡേൺ ആവണം. നാട് എടുക്കുമ്പോൾ നമ്മൾ നടുവേ ഓടണമെന്നാണല്ലോ, അതാണല്ലോ ശാസ്ത്രം. അതിനെ തെറ്റ് പറയുന്നില്ല. അവരായി അവരുടെ പാടായി, അവര് പൊക്കട്ടെ, കുഴപ്പമില്ല. അത് പാടില്ല. നീ ആണ്ടൂടെ നടക്കണം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നോ പ്രോബ്ലം. ആണ്ടൂടെ തന്നെ നടക്കണം. അപ്പം ഇത് അതുകൊണ്ടെന്ന് പറയും. ഈ കൊച്ചു പിള്ളേരെ കൊണ്ടാണ് ഇപ്പൊ സഹിക്കാൻ പറ്റാതെ.
ഒരാളൊരു പെങ്കൊച്ചൂടെ സംസാരിക്കും, ഒരു 10 കൊച്ചുപിള്ളേർ അതിന്റെ ഇടയിൽ കൂടെ വലിഞ്ഞു കയറി എത്തി കുത്തിയൊക്കെ നോക്കി വരും. നമുക്ക് കാലേ വരെ നിലത്തിരിക്കാൻ ഇത് ശരിക്കും നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയാണോ പറയണത് അതോ ബിസിനസ് ഐഡിയ ആണോ പറയണത്? അല്ലണ്ണ, ഒരു യുവജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടാണിത് സത്യം പറഞ്ഞത്. അവർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരു സംരംഭമാണിത്. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ സമാധാനമായിട്ട് സംസാരിക്കാനാണെങ്കിൽ ഇവിടെ മലയും കുന്നൊക്കെ ഇല്ലേ? നല്ലൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. പിടിമല എന്ന് പറഞ്ഞൊരു മലയുണ്ട് ഇപ്പൊ ബേസിക്കലി. ആ പിടിമലയിലാണ് ഇപ്പൊ കൊച്ചുപിള്ളേരുടെ അഴിഞ്ഞാട്ടമാണ്. അതറിയോ ബോസനെ? അത് ഏറ്റവും മെയിൻ ആ സൂര്യാണ്, അഴുക്കച്ചെറുക്കൻ. ഇവിടെ നിന്ന് കഥാപ്രസംഗം നടത്തുന്ന കാര്യം പറയൂലേ? പറഞ്ഞോ. ഇല്ല ജോക്കി, പ്രസന്റേഷൻ അങ്ങനല്ലേ ജോക്കി? ഒറ്റയടിക്ക് നേരെ വന്നിട്ട് ഇന്ന് ഉണക്കമീൻ കച്ചവടം നടത്തുന്നു, അതാണ് പ്രസന്റേഷൻ അല്ലല്ലോ ജോക്കി. അത് കാര്യത്തിലോട്ട് വരണന്നേ. നമ്മള് ചെയ്യാൻ പോകുന്ന നമ്മുടെ സംരംഭത്തിന്റെ പേര് ഓയോ. ഓയുടെ ഫുൾ ഫോം എന്താ? അവർ വെരി ഓൺ റൂംസ്. വീഡിയോ പ്രസന്റേഷൻ അവർ അല്ല, അവേഴ്സ് യോസ് റൂംസ്. അത് ഓബിയമായില്ലടാ, അത് വീഡിയോ പ്രസന്റേഷൻ എന്താണ് ബേസിക്കലി ഇത് ചെയ്യുന്നത്? ഉണ്ടല്ലേ, നമ്മള് ബേസിക്കലി ഉള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. നമ്മുടെ ഇതിന്റെ ബേസിക്കലി ഒരു കോപ്പി അടിച്ച് കുറെ ആൾക്കാർ നടത്തുന്നുണ്ട്. ഓയോ അമ്മരെയും കൊണ്ട് അടിച്ചെന്നാ നമ്മുടെ ഈ കോപ്പി അടിച്ചാ നടത്തുന്നത്. അണ്ണ 10-70,000 കോടിയുടെ മറ്റേ നമ്മുടെ സൗണ്ട് വിട്ടു പോണേ, സൗണ്ട് വിട്ടു പോന്നാ. അതോ വീഡിയോ പ്രസന്റേഷൻ എല്ലാം ഉണ്ട്. ബോറിംഗ് ആയിരുന്നു കേട്ടോ. പ്രസന്റേഷൻ ഒക്കെ ശോകമല്ലേ? എടാ ഈ ബാക്കിയുള്ളവരോട് ഇവിടെ സംസാരിക്കില്ലെന്ന് പറയണടാ. എടാ ബാക്കിയുള്ള ആൾക്കാർ ഈ ബിൽഡിങ്ങിൽ നിന്ന് സംസാരിക്കല്ലടാ, അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോണേ. ഞാൻ നിങ്ങൾ വിളിക്കുമ്പോ വന്നാൽ മതി, പയ്യെ വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇന്റർനാഷണൽ മാർക്കറ്റ് ആണ് നമ്മള് നോക്കുന്നത്. കൂട്ടിയപ്പോഴാ പറഞ്ഞത് പൊട്ടു. വിട്ടിട്ടാണോ തരുന്നേ? അയ്യോ എന്റെ അമ്മേ, ദർശനം മുടി കെട്ടി വെച്ചാലും കഴിച്ചിട്ടാലും എല്ലാം ഏത് പാതിരാത്രി കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ദർശന അറിയത്തില്ല. ഹലോ, ഇത് കഴിഞ്ഞ സംസാരിക്കും. നൽകുന്ന റൂംസ്, കുളിർമ ഇല്ലാതെ റൂംസ്, വൈഫൈ പ്ലസ് VPN ആക്സസ്, ആടാതി കട്ടിൽ, വെള്ളമുള്ള ബാത്റൂം, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്ത കഴകൂട്ടം, അറ്റാച്ച്ഡ് മെഡിക്കൽ ഷോപ്പ്, പ്രൈവസി, അതല്ലേ എല്ലാം. Nice presentation. Amazing. Marvelous. Good job, boys. Amazing. Thank you. 7 വർക്കുകളാണ് അതിൽ ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊറേ ക്ലിപ്സ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ, പക്ഷേ നല്ല പ്രസന്റേഷൻ, വെരി ഗുഡ് ഐഡിയ. അണ്ണാ നിങ്ങളിപ്പോ വിചാരിക്കും കഴിഞ്ഞെന്ന്, പക്ഷെ അല്ല. നമ്മൾ 3 ഐഡിയാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 കിടിലോ ഐഡിയാസ്. ഐഡിയാസ് പിന്നെ പക്ഷെ ഇതെന്തായാലും കൊള്ളാം. ഇത് നമ്മളിപ്പോ ആലോചിക്കുന്ന കാര്യമാണ്. കാരണം സിറ്റിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കപ്പിൾസ് ആണ്. ഇവര് പറഞ്ഞത് ശരിയാണ്. അത് ഇത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന കപ്പിൾസിന്റെ ഇത് പ്രകാരമാണ്. അവരോട് നമ്മൾ സർവേ ഒക്കെ എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് ബേസിക്കലി സാധനം. ആണല്ലേ? എന്താണ് അടുത്ത ഐഡിയ? അടുത്ത ബിസിനസ് ഐഡിയ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കാം. ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്. ഞാൻ MD പഠിച്ചിട്ടുണ്ട്, MDMA പഠിച്ചിട്ടുണ്ട്, DBS പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബേസിക്കലി പഠിച്ച ഒരാളാണ് ഞാൻ.
അതെ ഓക്കെ ഓക്കെ ഞാനൊരു സംഘടനവല്ലാതെ MDMA ഉണ്ട്, കഞ്ചാവുണ്ട്, എല്ലാം ഉണ്ടല്ലേ ഓക്കെ എല്ലാം ബേസിക്കലി നമ്മൾ എല്ലാം പോകണം ഇവിടെ, അങ്ങനൊന്നും ഇല്ല. എടാ അതൊന്നുകൂടി പ്ലേ ചെയ്യാവോ? വീഡിയോയോ? എന്തിനാ ഒന്നുകൂടി ഞാൻ കണ്ടില്ല അവസാനം. പെട്ടെന്ന് ഇവിടെ ഒരു അർജന്റ് എടാ അത് തന്നെ കേട്ടോ ആ ഇല്ല ക്ലിപ്പ് അത് നീ കാണുന്നു, അത് നീ ബാക്ക് അടിച്ച് പിന്നെ കെട്ടാ മതി. അടുത്ത ഐഡിയ എന്താണ് പറയും? അണ്ണാ അടുത്തതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ് അണ്ണാ. അപ്പം ഓക്കെ നമ്മളൊരു കൗൺസിലിംഗ് സെന്റർ ആണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. കൗൺസിലിംഗ് സെന്റർ. അതെ, ഈ കൗൺസിലിംഗ് സെന്റർ നമ്മുടെ നാടിന് ആവശ്യം എന്ന് പറയാനുള്ള കാരണം എന്താ? അണ്ണാ ഞാൻ അതിൽ വലിയ കുറെ കാരണമുണ്ട്. ഇപ്പൊ എല്ലാവർക്കും കൊല്ലണം അവനെ മൈൻഡ് സെറ്റ് ആണ് അല്ലേ? അതെ അതെ അവരെ പറഞ്ഞ് നമ്മൾ നല്ല വഴി നേർവഴി നടത്തുക. പിന്നെ അതിന്റെ കൂടെ സൂയിസൈഡിന്റെ എണ്ണമൊക്കെ വളരെ വർദ്ധിച്ചു വരികയാണ് പ്രണയ നൈരാശ്യം കാരണം. അത് ഇത് ശരിയാ, പ്രേമമുള്ള പറയാൻ സിറ്റിയിൽ പ്രേമ നൈരാശ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെ അതെ അതെ, നമ്മളപ്പോ അതും ആലോചിക്കണ്ടേ? അതെ, നൈസ് ഐഡിയ, നൈസ് തിങ്കിങ്. അവസാനം എനിക്ക് 5 മിനിറ്റ് വേണം അവസാനം, ഒരു 10 മിനിറ്റ് മാക്സിമം. അല്ലല്ല ജസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു. ബേസിക്കലി അണ്ണാ ഈ ഒരു എക്സാമ്പിൾ വേണേ നമ്മൾ കാണിച്ചു തരാം കൗൺസിലിംഗ് സെന്ററിന്റെ. അല്ല പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാരും സംസാരിക്കാറില്ലേ? അതിനുള്ള ചാൻസ് ആണെന്നില്ല അവർക്ക്, അവരുടെ ഏതാണ്. ബേസിക്കലി അണ്ണാ ഈ അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പ്രണയനൈരാശ്യം അല്ല, പ്രണയനൈരാശ്യം അല്ല അലക്സിന്, അവൻ ചെറിയൊരു ഇത് നിങ്ങൾ ഓരോ ഐഡിയാസ് ഓരോരുത്തരായിട്ട് പിച്ച് ചെയ്യൂ. ഇത് ഒരാൾ മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതിലേക്ക് വരുവാണല്ലോ നമ്മൾ. ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല, എനിക്കറിയാവുന്ന നിങ്ങൾക്കും അറിയില്ല. ചെറിയൊരു വട്ടയസ് എന്തുകൊണ്ട് നമുക്ക് എങ്ങനെ അറിയാമെന്ന് പറയാൻ പറ്റും? അത് പറഞ്ഞു വരികയാണ്, അതിലേക്ക് എത്തുകയാണ്. അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ആൾക്കാരെ കൊല്ലണമെന്നുള്ള മൈൻഡ് സെറ്റിൽ നടക്കുന്ന ഒരാളാണ്, അമ്മ അറിയാമല്ലോ. ആണല്ലേ? അതവൻ 24/7 ഗണ്ണുമായിട്ട് നടക്കുന്ന ഒരു പയ്യനാണ്, എനിക്കത് മനസ്സിലാവും. അതെ 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 അതെ, ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ വേണം മാറ്റിയെടുക്കാം അമ്മന്റെ. എങ്ങനെ? ഹലോ അലക്സ്. ഹലോ, എന്താണ് താങ്കളുടെ പ്രശ്നം? എന്ത് പറ്റി? താങ്കൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ചോരയോട് വല്ലാത്തൊരു ഭ്രമമാണ്. ഭ്രമം? കടിയാണ്? അതായത് കുഴപ്പമില്ല, ഭ്രമം. അതായത് എനിക്ക് ചോര വേണം, എനിക്ക് എല്ലാ ദിവസം ചോര കാണണം. അങ്ങനെയല്ല, അതായത് സമരം ചെയ്യുന്നവരുടെ പുറത്തൂടെ വണ്ടി കയറ്റുക, റോഡിന്റെ നടുക്കൂടെ പോകുന്നവരെ വണ്ടി ഇടിച്ചിടുക, പിന്നെ പെട്ടെന്ന് എന്നെ ആരെങ്കിലും ഒന്ന് അറിയാനും മുട്ടയൊക്കെ ചെയ്താ കൊരവള്ളി കയറി പിടിക്കുക. എനിക്കറിയൂടാ, അത് കുറച്ചാൾക്ക് മുമ്പാണ് തുടങ്ങിയത്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ എനിക്ക്. അത് എടാ ബേസിക്കലി ഇതൊക്കെ നമ്മൾ ക്ഷമിക്കാനും കൊടുക്കാനും പഠിക്കണോടാ. ഫോർ എക്സാമ്പിൾ നിനക്ക് അങ്ങനെ കൊല്ലാൻ അത്ര ആഗ്രഹം തോന്നി എന്താ ചെയ്യേണ്ടത്? ഈ കമ്മിറ്റഡ് ആയിട്ടുള്ള ആമ്പിള്ളേരെയും കൊന്നുകളയാണ്. അതൊന്നും കുഴപ്പമില്ല. സിംഗിൾ ആയിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണം കൂടി സിറ്റി ഏത് ചെറിയൊരു നമ്മുടെ ഇതിന്റെ ഒരു ആഡായിട്ട്. പരസ്യം വന്നതല്ലേ? അതെ അതെ, ചെറിയ മാക്സിമം സൗണ്ട് വിട്ടുവിട്ട് പോണേ. നിങ്ങൾക്ക് കൊല്ലാൻ തോന്നുവാണെങ്കിൽ മാക്സിമം കമ്മിറ്റഡ് ആയിട്ടുള്ളവരെ തന്നെ കൊല്ലടാ, കുഴപ്പമില്ല. നമ്മൾ പ്രണയ നൈരാശ്യമുള്ള ഒരാളെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ മനസ്സ് മാറി അവന്റെ. അപ്പൊ പ്രോഡക്റ്റ് നീ തന്നെയാണോ? ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി? പ്രോഡക്റ്റ് നീയാണോ പ്രോഡക്റ്റ്? ആക്ച്വലി ഞാൻ തന്നെയാണ് MDMA എല്ലാം പഠിച്ചത്. ഓക്കെ, അടുത്തത് എന്താ? പ്രേമ നൈരാശ്യമുള്ള ആള്, പ്രണയ നൈരാശ്യം. എന്താണ് സെക്ക താങ്കളുടെ പ്രശ്നം? പറയൂ. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. കഴിവില്ലാത്തോണ്ടായിരിക്കും. അതല്ല, അങ്ങനെ കുഴപ്പമില്ല. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇങ്ങനെ എല്ലാം ഉണ്ടല്ലോ, എന്തിനും കുറവല്ലോ ഉണ്ടാ? കുറവില്ലല്ലോ. മുൻപൂരി കാണിച്ചിട്ടേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു വിഷമം വരുന്നത്. എല്ലാം കുഴപ്പമില്ല, ശരിയാവൂടാ, നമ്മളൊക്കെ ഇല്ലേടാ കൂടെ. അതിന്റെ കാര്യമല്ല, മനസ്സിന്റെ കാര്യം ഞാൻ പറയുന്നത്. മനസ്സിന്റെ കാര്യം അല്ല, ഉണ്ട് അത്രയൊക്കെ വിഷം വന്നങ്ങ് ചത്ത് കളയണം. പിന്നെ നോക്കല്ലേ, പ്ലീസ് സൂയിസൈഡ് പ്ലീസ് ബ്രോ. ഡോക്ടർ അല്ലേ? കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ കൂടെ. ഞാനല്ലാതെ പിന്നെ ആര്? പേടിക്കണം, ഞാനുണ്ട്.
അണ്ണാ ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട്. എടാ ഇത് എങ്ങനെ സോൾവ് ആയെന്ന് പറയണം. അവന് സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലേ, അവൻ ചാവൂലേ അപ്പൊ? മാറിയില്ലേ സെക്കൻഡ് മാറിയില്ലേ? നമുക്ക് എന്റെ മാറി മാറിയല്ലേ? എങ്കിൽ പിന്നെ ഒരു സംശയം കൊണ്ടുണ്ട് വാസുവിനെ. അപ്പൊ ചോദിക്കേ. എങ്കിൽ പിന്നെ ഡോക്ടറെ ഞങ്ങളുടെ ജോക്കിയുടെ ഈ സ്ത്രീ വിരുദ്ധത ഒന്ന് ഡോക്ടറിന് മാറ്റാൻ പറ്റുമോ നോക്കട്ടെ? നോക്കട്ടെ എങ്കിൽ ഡോക്ടർ വരും, കടന്നു വരും. ജോക്കിയണ്ണ ഹലോ. ഹലോ. എന്താണ് ജോക്കിയണ്ണന്റെ പ്രശ്നം പറയൂ. അങ്ങ് ക്ഷീണമാന്നേ. അപ്പൊ പിന്നെ പെണ്ണില്ലായിരിക്കുന്നല്ലോ നല്ലത്. അതല്ല, മനസ്സിന് ക്ഷീണമാണ്. മാനസികം. ഓക്കെ. മാനസിക ക്ഷീണമൊക്കെ ആക്ച്വലി ശബ്ദം പോണ നിന്റെ ശബ്ദം മോനെ. നിന്റെ ശബ്ദം പോണ. ജോക്കിയണ്ണ അത് മാറ്റിയെടുക്കാൻ നല്ല വഴിയുണ്ട്. സിമ്പിൾ ആണ്, എളുപ്പമാണ്. ഇല്ലടാ നിന്റെ സൗണ്ട് ഇല്ലടാ, സൗണ്ട് കേൾക്കണില്ല നമുക്ക്. ഹലോ. അല്ലല്ല, അത് കൈ വന്നേ, അറിയാതെ കൈ വന്നേ. പറഞ്ഞോ. ഇത് ബേസിക്കലി മാറ്റിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അണ്ണു നമ്മളുടെ വള്ളിയൊക്കെ പിടിക്കാൻ മുമ്പ് കൊണ്ട് വന്നാൽ മതി. എല്ലാം നമ്മളൊക്കെ ഇല്ല അണ്ണു, നമ്മളല്ലാതെ പറയുന്ന ഒന്നും കേൾക്കണില്ലടാ. ഏവലെ നിന്റെ നെറ്റ് എന്തോ പറ്റി. ഡോക്ടർ ബ്രേക്ക് കൊടുക്കാമോ? ഡോക്ടർ തോൽവി സംഭവിച്ചത്. ഡോക്ടർ എന്താ സെറ്റ് ചെയ്യാൻ പോയ കേട്ടാ. ഡോക്ടർ നിങ്ങളെ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്തോ? ലാസ്റ്റ് കണ്ടിന്യൂ. അണ്ണാ ബേസിക്കലി നമ്മുടെ ലാസ്റ്റ് സംഭവങ്ങളുണ്ട്, ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. കുറച്ചുകൂടെ സൗണ്ട് അടുത്തോട്ട് വെക്കോ. കുറച്ചുകൂടെ അടുത്തോട്ട് വെക്കോ. ലാസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടോൾ ബൂത്ത് ആണ്. സിറ്റിയിൽ ആവശ്യമില്ലാതെ കുറെ ടോൾ ബൂത്തുകൾ. ഇത് ഗവൺമെന്റിന് ഒരു ഉപയോഗമില്ല. നമുക്ക് പറഞ്ഞാൽ കയ്യേറാം, എന്നാൽ അതിനകത്ത് നാട്ടുകാരെ പൈസ പിരിച്ചിരിക്കാം. ഏത് എളുപ്പമുള്ള പരിപാടിയാണ്, നിനക്കേടില്ല. ഇതൊരു പ്രോഡക്റ്റ് ആണ് മോനെ, വേണ്ടേ? ഇല്ല നമുക്ക് അങ്ങനെയല്ല. ഈ രണ്ട് ഐഡിയ അടിപൊളിയാണ്. ഇത് ഈ രണ്ട് ഐഡിയ കൊള്ളാം. ഒരു മാസം ഓയ കൊള്ളാല്ലേ? ഒരു കൈയടി. നല്ല പ്രസന്റേഷൻ, നല്ല പ്രസന്റേഷൻ, ബ്രില്യന്റ് ഐഡിയ. എസ്പെഷ്യലി ആ വീഡിയോ. പിന്നെ AI, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, വാസുവിന്റെ ദർശനയുടെ ഒക്കെ സത്യമായിട്ടുള്ള കാര്യമല്ലത്. കൊള്ളാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഇത് ഏടെ കാലമല്ലേ ആണോ, അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ AI-ലോട്ട്. ബ്രില്യന്റ്. ഒരു രക്ഷയില്ല. കിടില. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല നിന്റെ അടുത്ത് നിന്ന്. കിടിലം, അടിപൊളി. അല്ല നിങ്ങൾ നാലുപേരും അടിപൊളി. നമുക്ക് റോളൊന്നുമില്ല, നമുക്ക് ബാക്കിൽ ആഡ് റണ്ണിയനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് നീ നന്നായിട്ട് ചെയ്തു. അടിപൊളിയായിട്ട് ചെയ്തു. ഇതിന്റെ ലാസ്റ്റിലത്തെ ഒരു വീഡിയോ ഉണ്ടോ? ഇല്ലല്ലോ, ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു ഫോട്ടോ അല്ല കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഞങ്ങള് നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി അല്ലേ? അത് നമ്മൾ അറിയിക്കാം. പ്രിയപ്പെട്ട എല്ലാ ജഡ്ജസിനും നമ്മുടെ നന്ദി, നമസ്കാരം. നമ്മുടെ വാക്കുകളുടെ ഓക്കെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ബ്രില്യന്റ് പ്രസന്റേഷൻ വാസു, ബ്രില്യന്റ്, അമേസിംഗ്. ഇത് എന്തുവാ ഇത്? എന്താണിത്? ആഡ് പ്ലേ ആയിക്കൊണ്ടിരിക്കും. ആടല്ലേ സഞ്ചരിക്കുന്ന ഇതെന്താ നൃത്തത്തില്ലേ ഇത്? ബ്രില്യന്റ് പ്രസന്റേഷൻ, ബ്രില്യന്റ്. സത്യമല്ലേ? സത്യം. അതെ, ഒരു തരത്തിൽ ശരിയായി നോക്കി. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ എത്ര എണ്ണം പ്രൈവസി വേണ്ടേടാ? പ്രൈവസി ഇല്ലല്ലോ. ഇതാകുമ്പോ മലയിലും പഞ്ചായത്തിലും കണക്റ്റിലും ഒന്നും പോകണ്ടല്ലോ. പിന്നെ ഇത് കൊള്ളാം, ബ്രില്യന്റ് ഐഡിയ. നമ്മൾ ഇതിനെ പറ്റി ഇത്ര നാൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അത് കൊള്ളാം കേട്ടോ. അഡ്വർടൈസ് പെണ്ണില്ല. അപ്പാ പെണ്ണുണ്ടല്ലാണ് ബിസിനസ് നടത്തണ്ടേ അപ്പാ? സഞ്ചരിക്കുന്ന അഡ്വർടൈസ്മെന്റ് അല്ലേ അത്? അത് കൊള്ളാം, അതാണ് ക്യാച്ചി. അപ്പൊ നമുക്ക് അടുത്ത ആളെ വിളിക്കാം. സ്കോർ കൊടുക്കണ്ടേ വാസുവിന്? റേഡിയോ. സോ അടുത്ത ടീം റെഡിയാണോ?
ആരാണ് റെഡി? ബാക്കിയല്ല അത് ടീം ഷാർജ റെഡിയാണോ? ഷാർജ അല്ല ഒരാള് കൂടി വരാണ്ട് അത് ഇറങ്ങി ഇറങ്ങിക്കാം. ചൈന ടൗൺ റെഡിയാണോ? ചൈന ടൗൺ വാസു ശരവണ ഭവൻ റെഡിയാണോ ചോദിക്കടാ. ഓരോരുത്തരത് വിളിക്കാൻ പുറത്താന്ന് തോന്നുന്നു. ആരാ? മറ്റേ പുറത്താന്ന് തോന്നുന്നു പ്ലാൻ ചെയ്യാനായിട്ട്. SRK അപ്പുക്കുട്ടൻ റെസ്പോണ്ട്. ഹലോ ഞങ്ങള് അമ്പത്തൂരത്ത് വരാണ്ടേ. ടീം ബേബി ഞാനൊരു കാര്യം പറയട്ടെ എടോ, ഇതിനെ പെണ്ണ് കടിക്കറ കേട്ടോ. അപ്പൊ എന്നാ SMS എന്റർപ്രൈസ് പൊട്ടി സാവേജ് മന്ദാരം സ്നൈപ്പ്. പിന്നെ നമ്മള് വേറൊരു മോഡലിനെ ഇറക്കിയിട്ടുള്ളതാണ്. അതേടാ ഒരു പേഷ്യൻസ് ഇല്ലാത്ത വരുന്നുണ്ട്. അവരുടെ പ്രസന്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് മതിയെ നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നത് കേട്ടാ. പ്രസന്റേഷൻ അത്രേ ഉള്ളൂ. ഗോവയ്ക്ക് ട്രിപ്പ് പോകാൻ വരുന്ന. ഹലോ ഫസ്റ്റ് ഓഫ് ഓൾ ശബ്ദം കേൾക്കുന്നില്ല മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. മിസ്റ്റർ ആരൊക്കെയാ പേരെന്ന് പറയാവോ? ഇത് ഗോവയ്ക്ക് ട്രിപ്പ് വല്ലതും പോകണോ? പറഞ്ഞോളൂ. നിങ്ങൾ ഒരാളില്ലല്ലോ. സാധാരണ രാഗിലാണോ ഇത്? നമ്മളിങ്ങനെ തുടി വരുമ്പേ നോക്കണ്ട. എന്ത് വികൃതാണ് ഈ ചെട്ടി. ഒരു ഡിസൈനും ഇല്ല അണ്ണാ, ഒന്നുമില്ല. കേക്ക് എന്ത് വികൃതമാണ് ഈ ചട്ടി. കാണാൻ തന്നെ ഒരു രസമുണ്ടാണ് ഇത്. ഒരു ഹോസ്റ്റ് എടുത്ത് കൊണ്ടുപോയ പോലെ എന്തൊരു ഒരു വൃത്തിയില്ലാത്തൊരു ചട്ടി. സത്യം. ഇതിന് പകരം നമ്മുടെ ഒരു പുതിയ ഐഡിയ ഉണ്ടെണ്ണ. കറക്റ്റ് ഇവിടെ ഗാഗിന്റെ ലോഗോ വരുന്ന ഒരു ചട്ടി. പിന്നെ എക്സ്ക്ലൂസീവ് ഡ്രോപ്പ് ആയിട്ട് അണ്ണന്റെ തലയുള്ളതും ജോക്കിയുടെ തലയുള്ളത്, അങ്ങനെ 2-3 തരം ബാക്കില്. അതിന് പിന്നെ നമ്മള് മോഡലിൽ ഒന്ന് വിളിക്കട്ടെ അണ്ണാ. നമ്മുടെ ബന്ദിയോട് കരിമ്പുലി നമ്മള് മോഡലിനെ വിളിച്ചാൽ ഇത് മനസ്സിലാവും. ബന്ദിയോട് കരിമ്പുലി കാട്ടി തോന്നിയാ ഇപ്പൊ കാട് തല്ലുന്ന ബ്ലൈഡാ അവന്റെ തലയില്. ജെട്ടി കംഫർട്ടബിൾ ആണ്. കുട്ടികൾ പമ്പേഴ്സ് ഇടുന്ന പോലെ ആയിരിക്കും. നമ്പർ 1 തിരുത്തണ്ടേ നമ്മൾ. ഇനിയാണ് ഇത് നമ്മുടെ മോഡലിന്റെ ഇതാണ്. ഇതുപോലെ കളർഫുൾ ആയ ജെട്ടികൾ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പൊ വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. അതിനൊരു വീഡിയോ കൂടി ഉണ്ട്. ആടുണ്ട്. ലേറ്റ് ആയിട്ട് വന്നിട്ട് ഊള തമാശ അടിക്കരുതേ കേട്ടോ. അവന്റെ മീശ കിടന്ന് ഊഞ്ഞാലാടാ, അത്രയ്ക്കുണ്ട്. സോറി, അതൊന്ന് പ്ലേ ചെയ്യാം, എനിക്കൊന്ന് കാണണം മിസ്റ്റർ വാസു. അണ്ണാ മിസ്റ്റർ വാസുവിനെ പ്ലേ ചെയ്യിപ്പിച്ചു. മൊത്തം ടാറുകളാടാ. ചന്ദ്രൻ മോഡലാണല്ലേ? ഓ പേടിയാണ്. വള്ളികളുടെയും ഹോസ്റ്റേജുകളുടെയും നാടായ എക്സ്ലാൻഡിസിൽ നിന്നും മറ്റൊരു ജെട്ടി, SMS ജെട്ടി. എക്സ്ലാൻഡിസിന്റെ സ്വന്തം ജെട്ടി. ഇരിക്കത്തിനും മുറുക്കത്തിനും എക്സ്ലാൻഡിസിന്റെ സ്വന്തം ജെട്ടി, SMS ജെട്ടി. ചങ്കേ കരളെ എനിക്ക് നമ്മുടെ സ്വന്തം ജെട്ടി, SMS ജെട്ടി.
ആ മറ്റേ ടബിലിരുന്ന് അപ്പാപ്പനാണോ? ആ മെയിൻ മോഡൽ വില്ലം ബ്രോ ഇല്ലേ? അല്ലേ അടുത്ത 2 ആഴ്ചത്തേക്ക് ഗ്യാങ്സ്റ്റർ ഫ്രീ ആണ് 3 പേർക്ക്. ജട്ടിയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലല്ല ഒരു അതായത് ഈ 2 ബിസിനസ്സും ഒന്നിച്ചു കൊണ്ടാണ് പ്രോഡക്റ്റ് ആണത്. അതെന്താണ്? അതായത് നമ്മള് ഒരു ബാർ നമ്മള് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. അതായത് ഈ സിറ്റിയിൽ പ്രേമ നൈരാശ്യം ഉള്ളവരുണ്ട്, ബാറ് തൂറി മെഴുകുന്നവരുണ്ട്. ഇവരൊക്കെ വിഷമിച്ചിരിക്കുമ്പോ എന്ത് ചെയ്യണ്ടാ? ഇവർക്ക് വേണ്ടി വളരെ തുറന്ന ഇതിൽ മദ്യപിക്കാൻ ഒരു ബാറ് പ്ലസ് നമ്മുടെ ജെട്ടിയിട്ട് പോയി എലാസ്റ്റിക് കാണിക്കുവാണെങ്കിൽ 10% ഓഫും മിച്ചറും ഗ്ലാസും ഫ്രീ. അതാണ് നമ്മുടെ ഈ ജട്ടി മാർക്കറ്റ് ചെയ്യാൻ ബാർ തുടങ്ങാന്ന് പറഞ്ഞാൽ അത് വലിയ എക്സ്പെൻസ് ഉള്ള പരിപാടി. ബാർ തുടങ്ങിയാൽ ജട്ടി മാർക്കറ്റ് ചെയ്യാം. അതെ, അത് സ്ക്രാച്ച് ആൻഡ് കൂപ്പൺ ഉണ്ട്. അതിലൂടെ നമ്മുടെ മോഡൽ 1 ഡേ സ്പെൻഡ് ചെയ്യാം. ഒരു കാര്യം പറയട്ടെ, നടക്കി തന്നെ മാറ്റി അവൻ തിരിഞ്ഞിരിക്കാൻ ജട്ടി മോഡലിലൂടെ 1 ഡേ കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് ആരുടെ വേണേലും തല വെക്കാം. വേണ്ട, നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് വേറെ ഞാൻ ഇത് വേണേ കാണിച്ചു തരാ. ഓക്കെ, ഒരു ഇത് കാണിച്ചു തരാം, ഫോട്ടോ വേണേ കാണിച്ചു തരാം. ഓക്കെ, മോഡൽ ഓക്കെ അല്ലേ? കത്തിയിലല്ലേ നമ്മുടെ മോഡൽ കരിമ്പലിയാ ജോക്കി. ഒരു വിധത്തില് ഇവര് പറയുന്നത് ശരിയാ ജോക്കി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെന്താണിത്? അല്ല ജോക്കി, ഒരു വിധത്തിൽ ഇവര് പറയണത് ശരിയാ ജോക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് ഗ്യാങ്ങിൽ ഒരാളെ ഹോസ്റ്റേജ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ ജട്ടിപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ അപ്പി ജട്ടി ഇട്ട് നിൽക്കുന്നത് ഒരു ഗ്യാങ്ങിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ആ സമയത്ത് കുറച്ചും കൂടി നല്ല ജട്ടി ഇട്ട് നിൽക്കുകയാണെങ്കിൽ ഗ്യാങ്ങിന് ഒരു പ്രൗഢിയല്ലേ അത്. മൂലത്തിൽ ഇനി ആ ജട്ടി കണ്ടിട്ട് ആ സിമ്പിൾ ഉണ്ടാവും, അവർക്ക് പേടിക്കാൻ കൂടി പറ്റിയാലോ? ഇതെന്താ കൊലപതിയാ? ജട്ടി പ്രസൻസ് എനിക്ക് കാണുന്നില്ല. ഇത് പക്ഷെ കാണാൻ പറ്റില്ല കേട്ടോ, ജട്ടി മാത്രം കാണുന്നില്ല. അടുത്ത ഫോട്ടോ ഉണ്ട്, ഒരുപാടുണ്ടോ നമുക്ക്? നിങ്ങളുടെ കൂട്ടത്തില് സ്നൈപ്പ് വന്നില്ലല്ലേ? ഇല്ല ഇല്ല ഇല്ല. നിങ്ങളുടെ മോഡൽ എന്താ? ക്യാൻറ്റീൻമാന്റെ മുട്ട കഴിച്ചിട്ടാണ് മോഡല് പറയല്ലേ ചന്ദ്ര? ചന്ദ്രു കാലിലെന്താ എനിക്ക് ഫ്രണ്ട് നോ സിഗ്നലാണ് കാണിക്കുന്നത്. എനിക്ക് ഇങ്ങനെ പല രീതിയിൽ പല അതാണ് നമ്മുടെ ഇത്. അത് കൊള്ളാം കേട്ടോ. കണ്ണ് മോഡലാക്കുവാണെങ്കിൽ നമുക്ക് ജോക്കി സത്യം. പക്ഷെ ഫ്രണ്ടിലുള്ള ആര് പൊന്തിച്ച കാണൂല. പക്ഷെ ഇത്ര നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് വരാം. നമ്മൾ ഇത്ര കടന്ന് ചിന്തിച്ചില്ലായിരുന്നു. പക്ഷെ ഐഡിയ കൊള്ളാം. പക്ഷെ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പം സിറ്റിസൺസിനും ഈ ഗ്യാങ്ങിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ലാഭം കൊയ്യാം. അണ്ണാ ഉണ്ട് ദേ ഈ മോഡൽ ഇട്ടിരിക്കുന്നത് ഹാർട്ടുള്ള ജട്ടി കണ്ടിട്ടുണ്ടോ? ഇത് പോരെ, ഇത് പെമ്പിള്ളേരുടെ ഇവ പെണ്ണാണ് വയ്യാന്ന്. സെക്സിയോ?
അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ എന്തായാലും കൊള്ളടാ. നമ്മള് ഏറ്റവും ലാസ്റ്റില് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മള് നമ്മ കയ്യിലെടുത്ത് നടന്ന് വിൽക്കും. ഇവൻ ദോശക്കല്ലേ അല്ല നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഒരു പ്രോജക്റ്റിന് നിങ്ങൾ ചെറിയ പൈസ ഉണ്ട്, എലാസ്റ്റിക് പൈസ ഉണ്ട്. അല്ല എന്നാലും എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും? ഒരു 50 അല്ല 100 കോടി ബാറും കൂടെ വേണല്ലോ. ശരിയാ ബാറും കൂടെ തുടങ്ങാൻ 100 കോടി രൂപ മതിയോ? മതി. ചെറിയ സെറ്റപ്പ് ചെയ്യുമ്പോ തുടങ്ങണ്ട. ചെറിയ സെറ്റപ്പ് ഇവിടെ ഇതിപ്പോ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഇപ്പൊ വാസോണിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ബിസിനസ് അണ്ണൂര് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി വിചാരിച്ചോ. അപ്പൊ വേണമെങ്കിൽ അണ്ണൂന് അത് 50 കോടി കൊടുത്തോണ്ടെങ്കിൽ അണ്ണൂന് പിന്നെ ഇവന്റെ ഇത് പറയരുത്. കൊള്ളാം മോനെ, കൊള്ളാം. നല്ല മോഡൽ ഉണ്ടല്ലോ ഇവന്റെ ദോശക്കല്ലേ മോൻ വെച്ചിട്ടാ കൊണ്ടുവന്നെ. ഇല്ല ഇത് ഫാഷൻ. ഇത് ഏതോ മാമ ഇവിടെ ഫുഡ് കഴിക്കുന്ന റോഡില്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ വിളിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു എന്റർപ്രൈസ്. അണ്ണാ ഫ്ലഡ് ഉള്ള സമയത്ത് റോഡിൽ കൂടി എല്ലാം പോയാലേ ഷാർക്ക് തന്നെ ആൾക്കാരെ പിടിച്ചു കയറ്റും. അപ്പൊ തന്നെ അല്ലാണ്ട് അവന്റെ ഷാർക്ക് ഫിന്ന അതിന്റെ തലയില്. എടാ ഞാൻ പിന്നെ ജോക്കി ഞാൻ അന്നേരം പറഞ്ഞതെന്ന് വെച്ചാ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്തെ നമ്മള് കറക്ഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും. അവരുടെ ഫ്ലോ പോകും ജോക്കി. അതാ ഞാൻ പറഞ്ഞത്. അവര് പ്രസന്റേഷൻ സമയം നമ്മളൊന്നും പറയണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അതാണ് നല്ലത്. ആക്ച്വലി നമുക്ക് ആ ഓയ ബിസിനസിന്റെ കൂടെ ഇവരുടെ ജട്ടി ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതെ, തൊട്ട് വെളിയിലായിട്ട് ഈ കട പണിയണം അല്ലേ? എനിക്ക് ആ ഓയ ബിസിനസ്സിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ട് ഒരു കാര്യമുണ്ട്. എന്താ അപ്പൊ ശ്രദ്ധിച്ചായിരുന്നോ? ഒരിക്കലും കുലുങ്ങാത്ത കട്ടിൽ, അതിന്റെ ആ ബിൽഡിംഗ് സ്ട്രക്ചർ കണ്ടായിരുന്നോ? പൊളിയല്ലായിരുന്നോ? പോലും ഇല്ല. പക്ഷെ നമ്മുടെ എക്സാംസ് വെക്കുമ്പോ ചിലപ്പോ അനങ്ങും. നിനക്കൊന്നും അനക്കാൻ എന്തായാലും പറ്റൂല. അത് പറഞ്ഞത് എന്നാ ഇവിടെ അടുത്ത ആരാ റെഡി? ഞങ്ങൾ റെഡിയാ. ബേബീസ്. ഓക്കെ, അടുത്തതായി ടീം ബേബി, LX2, ജുഗ്രു, മോബി. എനിക്ക് പ്രതീക്ഷയുള്ള ഒരു കൂട്ടമാണ് അവസാനം ഇത്. ആണോ? ഇവരെ ബിസിനസ് ചിലപ്പോ ഞാൻ എടുക്കും, കാരണം എന്റെ അത്രയും ബാക്കപ്പ് ഉണ്ട്. ആണല്ലേ? പിന്നെ നീ ഇതെടുത്തോ. ഒരു ഐഡിയ നോക്കിയിട്ട് ഞാൻ ഒന്ന് പ്രൊസീഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ഏത് വേണോ അത്? തമിഴല്ലേ പറഞ്ഞേ? ആരായിരിക്കും? ഓടിച്ചു വിടണ ഇവിടുന്ന്. വെൽ ഡ്രസ്ഡ്, ഇംപ്രസ്ഡ്. നിങ്ങളാണ് ഈ കൂട്ടത്തിലെ ഒരു ബിസിനസ് മീറ്റിംഗിന് വരിക എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ടുള്ളത്. കൊള്ളാം, നൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. അപ്പം ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നിരുന്നത് നമ്മുടെ കുറച്ച് നിക്കറാ. ഹലോ, അതിപ്പോ നിങ്ങളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. Sir, we are Team Baby. Okay. Yeah, me Jugru. These are my partners. Okay. LX2 and Moby. Okay. കേക്കാം. ഹലോ നമ്മള് രണ്ട് സൈഡും ഈ ലീഗൽ ആൻഡ് ഇല്ലീഗൽ സൈഡാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ. അതുപോലെ നമുക്ക് ഇല്ലീഗലിയും തുടങ്ങാം. അത് നമ്മുടെ എന്റെ പാർട്ട്ണറായ LX2 പറയും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഗ്യാങ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് തന്നെയാണ്. ഓക്കെ. അതായത് നമ്മളെല്ലാവരും ഗൺസ് യൂസ് ചെയ്യും. അതെ, വെടിവെക്കാൻ. അപ്പം വെടിവെച്ച് കുറെ കഴിയുമ്പോ അതിന്റെ ഡ്യൂറബിലിറ്റി തീരും. ഓക്കെ. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കളയും. പക്ഷെ അത്ര വാല്യൂബിൾ ആയിട്ടുള്ള ഇതിന്റെ ഡ്യൂറബിലിറ്റി തീരുന്ന പറയുന്നത് തീർന്നിട്ട് കളയുന്നതല്ലാണ്. ഞാൻ ഇപ്പൊ അതായത് അതിന്റെ ബോഡി എല്ലാം ഉണ്ട് നമ്മുടെ കയ്യില്, മനസ്സിലായോ? അപ്പം ഡ്യൂറബിലിറ്റി തീർന്ന് പറഞ്ഞത് ചുമ്മാ കളയുന്നതല്ലാണ്. അല്ല. അപ്പം നമ്മള് ഇതിന്റെ ഒരു റിപ്പയർ സെക്ഷൻ ആണ് ആലോചിക്കുന്നത്. ഡ്യൂറബിലിറ്റി തീർന്ന ഗൺസ് നമ്മൾ റിപ്പയർ ചെയ്യും. റിപ്പയർ ചെയ്തിട്ട് ഈ റിപ്പയർ ചെയ്യുന്ന ഗൺസ് നമ്മൾ മിസ്റ്റർ എക്സിന് തന്നെ കൊടുക്കാൻ ശ്രമിക്കും. മിസ്റ്റർ എക്സ് ഇപ്പം
നിലവിൽ കണ്ണെടുക്കാൻ ശ്രമിക്കുന്നത് പുറത്തുനിന്നാണ്. ഓരോ വട്ടം അവരെടുക്കുമ്പോഴും അതിന് ഓരോ സീരിയൽ നമ്പറാണ്. ഓക്കെ. അവര് തന്നെ ഒരിടയ്ക്ക് നമ്മുടെ അടുത്ത് അഡ്രസ് ചെയ്തായിരുന്നു ഗൺസ് പുറത്തോട്ട് പോകുന്നത്. ഓക്കെ. അപ്പം അവർക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എന്താ പറയുന്നത് സാധനത്തിന്റെ പേരുണ്ടായിരുന്നു, സീരിയൽ നമ്പർ എന്ന്. അപ്പം അവർക്ക് നോക്കിയെടുക്കേണ്ടി വരും ഇതിൽ ഏത് സീരിയൽ നമ്പരാ പോയെന്ന്. ഇപ്പൊ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ നമ്പറിന് ഒരു വ്യത്യാസം വരില്ല. അപ്പം നമ്മൾ ഇതേ സാധനം തന്നെ മിസ്റ്റർ എക്സ് പുറത്തുനിന്ന് എടുക്കുന്നതിനെക്കാട്ടും റേറ്റ് കുറവിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഗ്യാങ്സിന്റെ കയ്യിൽ നിന്ന് ഡ്യൂറബിലിറ്റി തീർന്ന ഗൺസ് ചെറിയ വിലക്ക് നമ്മൾ എടുക്കുന്നു. ഇത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് അണ്ടി ഫാക്ടറിയുടെ മറവിൽ ഇതിന്റെ ബിസിനസ് ചെയ്യാനാണ്. ഈ ബിസിനസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഡീൽ. അപ്പൊ അത് ചെയ്തു തരാൻ പറ്റുമോ? താങ്കൾ ഇതിവിടെ ഈ ഗണ്ണ് എങ്ങനെയാണ് റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന് മറ്റേ വലിയ പുള്ളി ആയ നമ്മുടെ സിറ്റിയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ മുടി നരച്ച നമ്മുടെ അപ്പാപ്പൻ എന്ന് പറഞ്ഞ വ്യക്തി സഹായിക്കണം. അതല്ല ചോദ്യം. ചോദ്യം അതല്ല. താങ്കളുടെ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ഗണ്ണ് റിപ്പയർ ചെയ്യണ്ടേ? അതെ. അത് നിങ്ങൾ എങ്ങനെയാണ് റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഫാക്ടറി വെക്കും. എന്നിട്ട് ഫാക്ടറിയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ സ്ക്രൂ ഒക്കെ ഇങ്ങനെ ഊരി ഓരോ സാധനമൊക്കെ ടൈറ്റ് ചെയ്ത് ക്ലാവൊക്കെ കളഞ്ഞ്. ഈ ഗണ്ണിന്റെ എന്ത് തീർന്നപ്പോഴാണ് ഇതിന്റെ ഇത് നിന്ന് വെടിവെക്കാൻ നേരത്ത് ഓരോ വെടിക്കും കുറച്ച് ഓയിൽ വീതം ഇങ്ങനെ പോവും. ഗൺ പൗഡേഴ്സും ഇതും. അപ്പോഴത്തേക്ക് നമ്മൾ അത് റീഫിൽ ചെയ്ത് ചെറിയ വിലക്ക് ഇത് റീഫിൽ ചെയ്ത് നമ്മൾ അത്യാവശ്യം ഒരു ഹൈ റേറ്റിന് മിസ്റ്റർ എക്സിന് തിരിച്ചു കൊടുക്കും. തിരിച്ച് ഫുള്ളാക്കും. സീരിയൽ നമ്പർ മാറൂല. അപ്പൊ ഞാൻ ചോദിച്ചേട്ടെ, ഈ സാധനം മിസ്റ്റർ എക്സിന് പകരം നമ്മൾ എടുക്കുമെന്ന്, അതായത് ഈ സാധനം എന്താണ് നമ്മൾ മിസ്റ്റർ എക്സിന് മാത്രം കൊടുക്കുമെന്നുള്ള മാത്രം കൊടുക്കുന്നതാണ് നമുക്ക്. കാരണം മിസ്റ്റർ എക്സ് അല്ല വേറെ സിറ്റിയില്. എടാ ഞാൻ അല്ല, വേറൊരു കാര്യമുണ്ട്, വേറൊരു ഐഡിയ ഉണ്ട്. ഞാൻ പറയണത് ഈ ഗൺസ് എന്തായാലും മിസ്റ്റർ എക്സ് വിറ്റതാണ്. അപ്പൊ ഇത് നമുക്ക് ഇല്ലീഗലായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇത് തിരിച്ച് മിസ്റ്റർ എക്സിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം സീരിയൽ നമ്പർ ആരെല്ലാം കയ്യിൽ നിന്ന് പിടിച്ച് ചെക്ക് ചെയ്താലും ഇത് മിസ്റ്റർ എക്സ് തന്നെ പറയുമല്ലോ ഇത് ഞങ്ങൾ തന്നെ വിറ്റ് ഗണ്ണാണെന്ന്. പിന്നെ നമുക്ക് ആർക്ക് കൊടുക്കുന്നില്ല എന്താ, വൺസ് അത് മിസ്റ്റർ എക്സിൽ നിന്ന് തന്നെയല്ലേ റിലീസ് ആയത്. അത് ശരിയാണ്, പക്ഷെ സേഫ്റ്റി സൈഡ് മിസ്റ്റർ എക്സിന് തന്നെ കൊടുക്കുന്നതായിരിക്കും. അല്ല, ഇതിപ്പോ നിങ്ങൾ വാങ്ങുന്ന മെത്തേഡ് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ മിസ്റ്റർ എക്സിനെ കൊണ്ട് തന്നെ ഓരോ ഗ്യാങ്സിന്റെ അടുത്ത് ഇത് റെപ്രസെന്റ് ചെയ്യിപ്പിക്കും. അതായത് മിസ്റ്റർ എക്സിനെ കൊണ്ട് തന്നെ നമ്മൾ ഗ്യാങ്സിന്റെ അടുത്ത് ഈ കാര്യം റെപ്രസെന്റ് ചെയ്യിപ്പിക്കും. അതായത് തീർന്ന ഡ്യൂറബിലിറ്റി ഉള്ള ഗൺസ് TV എന്ന് പറയുന്ന കുടുംബത്തില് ഇന്ന ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരായിട്ട് ഇത് ഡീൽ ചെയ്യാന്ന് പറയും. നമ്മൾ ആ ഗ്യാങ്സിന് ചെറിയൊരു റേറ്റ് കൊടുക്കും. നമ്മൾ കൊടുക്കുന്നത് ബ്ലാക്ക് ആയിരിക്കും. അതായത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ബ്ലാക്ക് ആയിരിക്കും. നമ്മള് മിസ്റ്റർ എക്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ബ്ലാക്ക് ആയിരിക്കും. ഞങ്ങൾ ഇത് തുടങ്ങിയപ്പോൾ വേറെ കാര്യം ചോദിക്കട്ടെ, എന്തിന് മിസ്റ്റർ എക്സിനെ ഇതിന് ഉപയോഗിക്കണം? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം തീർന്നില്ല. രണ്ടാമത്തെ ചോദ്യം, ഈ പറയുന്ന ഒരു ഉപയോഗമില്ലാത്ത കണ്ണ് ആൾക്കാർ വെറുതെ കളയുകയാണ് അല്ലേ? അതെ. അപ്പൊ ഉപയോഗം തീർന്ന കണ്ണ് നിങ്ങൾ എടുക്കാം എന്ന് ഒരു അജ്ഞാതനായി പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആൾക്കാർ കണ്ണ് നിങ്ങളെ കൊണ്ടുതരും അല്ലേ? അതെ, കൊണ്ടുതരും. അപ്പൊ പിന്നെ എന്തിന് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിനെ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം? കാരണം ഗണ്ണിന് ഓൾറെഡി സീരിയൽ നമ്പർ ഉണ്ട്. അതെ. ആ ഗണ്ണ് നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് എടുക്കാനുള്ള എന്താ പറയാ ഇത് അവൈലബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗണ്ണ് റിപ്പയർ ചെയ്ത് എടുത്ത് ആരാന്നറിയാതെ പലർക്കും നിങ്ങൾക്ക് അത് ബ്ലാക്ക് മാർക്കറ്റിൽ സെല് ചെയ്തൂടെ? കാരണം ഒരു കൊലപാതക കുറ്റത്തിന് ഒരു പോലീസുകാരനെ പിടിച്ചു കഴിഞ്ഞാൽ പോലും ആ സീരിയൽ നമ്പറിന്റെ ഓണറിനായിരിക്കും പ്രശ്നം വരാൻ പോകുന്നത് അല്ലേ? പക്ഷെ ആ സീരിയൽ നമ്പറുള്ള തോക്ക് ഇതേ ഗ്യാങ്സ് തന്നെ നമ്മുടെ കയ്യിൽ തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? അതാണ് ചോദിച്ചത്. അജ്ഞാതനായി, ശ്രദ്ധിച്ചു കേട്ടില്ലേ? അജ്ഞാതനായി നിങ്ങൾ തോക്ക് കളക്ട് ചെയ്താൽ നമ്പർ 2 അതായത് കൺസൈൻമെന്റ് മിസ്റ്റർ എക്സിന് ഇപ്പോ കൺസൈൻമെന്റ് കുറച്ച് അതിനെ ഗൺ ഷോപ്പ് എന്നുള്ള രീതിയിലാണ് ഉടനെ അത് അങ്ങനത്തെ രീതിയിൽ ഇതാക്കും എന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത്, ഗൺ ഷോപ്പ് എന്നുള്ള രീതിയിൽ ഗ്യാങ്സിന്. അപ്പൊ ഈ മെത്തേഡ് തന്നെ ആയിരിക്കും അത്.
മുടിനിറച്ച അപ്പാപ്പൻ. നിലവിലെ സ്ഥിതികൾ വെച്ചിട്ടാണ് ഈ ബിസിനസ് പറയുന്നത്. അല്ല അപ്പ ഞാൻ വേറെ കാര്യം പറയട്ടെ. ഞാൻ ഇതിൽ മിസ്റ്റർ എക്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞുതരാം. എന്തായാലും ഈ ഇതിപ്പം ഇവർക്ക് ഈ സീരിയൽ നമ്പേഴ്സ് കൂടുന്നതൊക്കെ ബേർഡനാ. അപ്പൊ എന്തായാലും വൺസ് ഇത് വന്നു കഴിഞ്ഞാൽ മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പറയണത് പോലെ റീഫർബിഷ്ഡ് ആയിട്ട് വരുന്ന ഗൺസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ അവരുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് വിൽക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഇതിലുള്ള 2 പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മിസ്റ്റർ എക്സ് ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് മിസ്റ്റർ എക്സ് ഈ ഒരു സംഭവം നമുക്ക് എന്തുകൊണ്ട് തരണം? നമ്മളല്ലെങ്കിൽ മറ്റൊരാള് ഇത് ചെയ്യാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐഡിയ അടിപൊളി. നൈസ്, അടിപൊളി. ഇതിന്റെ ഒരു ഫൈനൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് നമുക്ക് റിട്ടേൺ എമൗണ്ട് ആയിട്ട് തരുന്നത് ബ്ലാക്ക് മണി ആയിരിക്കും. ഓക്കെ. അപ്പം ഈ ബ്ലാക്ക് മണി എങ്ങനെ വൈറ്റ് ആക്കുമെന്നായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. നമ്മൾ എന്നിട്ട് സിറ്റിയിൽ ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പം നമുക്കൊരു പേര് കിട്ടി. ഓക്കെ. അപ്പം പുള്ളിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സെറ്റ് ആക്കി തരാന്നാണ് പറഞ്ഞത്. ആരാണ് പുള്ളി? അതായത് പുള്ളിയുടെ ഒരു ഡീലറിനെ കൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. ഡീലറിനെ ഇപ്പൊ നിലവിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് അവരുടെ ഒരു ഹെഡ് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത്, പുള്ളി തന്നെയാണോ ഹെഡ് എന്ന് അറിഞ്ഞൂടാ, അവരുടെ ഒരു ഹെഡ് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഒസാമ എന്ന് പറഞ്ഞ ഒരാളെയാണ്. പുള്ളീനെ കൊണ്ട് നമുക്ക് ഈ ബ്ലാക്ക് ഫുള്ള് വൈറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലീഗൽ ബിസിനസ്സിൽ അത് അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നിങ്ങളുടെ ഇല്ലീഗൽ സൈഡ് ഇതാണ്. ഇനി ലീഗൽ സൈഡ് ഒരു ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതെന്താണ്? എന്തെങ്കിലും പ്രസന്റേഷൻ ഉണ്ടോ? ഇല്ല. ഇല്ലീഗൽ നമ്മൾ പ്രസന്റേഷൻസ് ഒന്നും ഇല്ല. അല്ല ഒന്നിനും ഇനി ലീഗലിന് പ്രസന്റേഷൻ ഉണ്ടോ? ഓക്കെ, എന്നാ പ്രസന്റേഷൻ ചെയ്തോ. ബേസിക്കലി നമ്മള് സിറ്റിയിലെ സിറ്റിസൺസും ഗ്യാങ് മെമ്പേഴ്സ് ഒക്കെ അനുഭവിക്കുന്ന ഒരു മൈന്യൂട്ട് പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യാനാണ് ഈ ബിസിനസ് കൊണ്ട് ആഗ്രഹിക്കുന്നത്. സിറ്റിയിലെ ഓരോ സിറ്റിസണും ഇപ്പൊ അനുഭവിക്കുന്നത് വണ്ടിയില്ല എന്നൊരു പ്രശ്നമാണ്. വണ്ടി ഇൻബോണ്ടി പോകും. സോ ബേസിക്കലി നമ്മൾ ഒരു റെന്റൽ കമ്പനി തുടങ്ങാം, തക്കുടു റെന്റൽസ്. അതായത് ഓരോരോ ഗാരേജുകൾ, ഹോസ്പിറ്റലുകൾ, അവിടെയുള്ള നമ്മുടെ ഒരു ഏജന്റ്, അതായത് ഒരു ഷോപ്പ് നമ്മൾ അവിടെ സ്ഥാപിക്കും. അവിടെ നിന്ന് നമുക്ക് ഇത്ര പൈസക്ക് വണ്ടി നമ്മൾ കൊടുക്കും, ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച്. ബാക്കി ഉത്തരവാദിത്തം അവർക്കാണ്. അപ്പൊ വണ്ടി റെന്റ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാല് തിരിച്ച് അവരുടെ റിട്ടേൺ ആവും. ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ആവുന്ന രീതിയിലാണോ? ഡ്രൈവർക്കും ഇത്ര നിമിഷത്തിനുള്ളിൽ വണ്ടി തിരിച്ചു കയറിയില്ലെങ്കിൽ വണ്ടി നമ്മൾ തന്നെ സീസ് ചെയ്യും. ഓക്കെ, കൊള്ളാം, നല്ല ഐഡിയ. അതിൽ തന്നെ നമുക്ക് ഭാവിയിൽ അത് ചില്ലാട് പോകേണ്ടവർക്ക്, ചില സമയത്ത് നടന്നു പോകേണ്ടവർക്കും, സൈക്കിളിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. നമുക്ക് ചില്ലാട് താഴെ ആയിട്ടൊരു നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി സൈക്കിൾ കൊടുക്കാം റെന്റായിട്ട്. നൈസ്, കൊള്ളാം. ചില ഫാമിലികൾക്ക്, ചില കുടുംബങ്ങൾക്ക്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹങ്ങൾ. ഏത് കുടുംബത്തിലുള്ളവന്മാർക്കാണ് മൂത്തിരിക്കണത് എനിക്ക് മനസ്സിലായി. ഇല്ല പറഞ്ഞത് ഐഡിയാസ്. ഇതൊക്കെ ആരുടെ ബുദ്ധിമുട്ടുകളാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആരുടെ ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ളവരുടെ നോക്കായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് പ്രസന്റേഷൻ ഉണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ തന്നെ പൈസ പോണ കേസല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ച ബിസിനസ് എന്നുള്ള രീതിയിൽ. അല്ല, ഇത് നല്ല ഐഡിയ ആണ് ചന്ദ്ര, എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ സിറ്റിസൺസ് കുറെ പേര്, നമ്മുടെ കയ്യിലൊക്കെയാണ് ഈ വണ്ടികളൊക്കെ ഉള്ളത്. സിറ്റിസൺസ് കുറെ പേരുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഈ ആള് കുറഞ്ഞ ഏരിയയിലും മറ്റേ കാടിലും വീട്ടിലും മറ്റേ ജില്ലയാടിലും എല്ലാം എടുക്കാൻ പറ്റുന്ന രീതിയിൽ മുക്കിലും മുന്നിലും റെന്റല് കിട്ടുന്ന രീതിയിൽ ഇതാക്കാം. ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉള്ളത്. അപ്പൊ കാശ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ ഇത് പോകുന്നത്. അതൊരിക്കലും അങ്ങനല്ല. ചന്ദ്ര സിറ്റിയിലെ ഒരു 30 ഫാമിലിയിൽ ഒരു 30 പേർക്ക് വണ്ടിയില്ല. ഇപ്പൊ നടന്നാണ് മിക്ക ആൾക്കാരും പോകുന്നത്. മുതുക്കി തന്നെ തെണ്ടലാണ്. വണ്ടിയില്ല. എന്തായാലും നല്ല ഐഡിയ, കൊള്ളാം. ചെറിയൊരു പോസ്റ്റർ ഉണ്ട്. കാണിക്കാം. ഡയലോഗ് വേണ്ട.
വണ്ടിയും കാത്തു നിൽക്കുന്ന മച്ചാൻ. ഇത് എന്റെ അല്ല. ഇപ്പഴും ചട്ടിയാണ് അവിടെ. ഇത് ഞങ്ങളല്ലേ അത് എഫ് എടുത്ത് കേസ് എല്ലാം നിങ്ങൾ തമാശ രീതിയിലത്തെ ഇതാക്കാതെ സീരിയസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഓരോരുത്തരുടെ ശൈലിയാണ്. നിങ്ങൾ കമ്പയർ ചെയ്യല്ലേ, എല്ലാം കാണ് പ്ലീസ്. ഇപ്പഴേ കമ്പയർ ചെയ്യല്ലേ. ഇപ്പഴും ചട്ടി തന്നെയാണേ. അയ്യോ ഗരാജിൽ വണ്ടി ഇല്ലല്ലോ, വണ്ടിയൊക്കെ ഇമ്പോർട്ട് ആയല്ലോ, ഇനി എന്ത് ചെയ്യും? പോയി. ഇത് ആരാ വരയ്ക്കുന്നിരുന്ന്? ദേ തക്കടു റെന്റൽസ്. ഇനി ഒരു വണ്ടി റെന്റ് എടുത്ത് പോകാം. ഓക്കെ, കൊള്ളാം. നൈസ് ഐഡിയ ഗൈസ്. ഞങ്ങളെല്ലാവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും ഈ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം. ഈ ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങളുടെ ടോട്ടൽ നിങ്ങൾ എത്ര കോടി രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആലോചിക്കുന്നത്? നമ്മൾ 50 CR. 50 CR. 50 CR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയണ മുക്കിനും മൂലയിലും ഒക്കെ ഇതിന്റെ വണ്ടികളും ബാക്കി കാര്യങ്ങളൊക്കെ ഇറക്കി ഇതിന്റെ മെഷീൻസ് എല്ലാം വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും 50 കോടിക്ക്. നമ്മൾ എംപ്ലോയികളാണ് അവിടെ നിൽക്കുന്നത്. എംപ്ലോയീസ് ആണെങ്കിൽ 50 കോടിക്ക് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. വി ആർ റെഡി ടു ഇൻവെസ്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കോപ്പറേറ്റ് ആണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കിയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതല്ല ഇത് കൊള്ളാം പാപ്പാ. ഇതിന്റെ അകത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഈ ഐഡിയന്ന് സിറ്റിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നമുക്ക് നല്ലൊരെണ്ണം കൊണ്ടുവരാം. ഒരു സെക്കൻഡ് അവസാനം നല്ല രീതിയിലായിരിക്കും. ചന്ദ്ര ഞാൻ ബാക്കി പറഞ്ഞുതരാം. പക്ഷേ ആ റൈഡിന്റെ കൊള്ളായിരുന്നു. എനിക്കറിയാം ഇതിന്നൊരു കഥ തന്നെ വരാനുണ്ട് അപ്പാപ്പ ഇനി. ആണല്ലേ? അതെ, കഥയൊന്നുമില്ല. ഇത് അപ്പാപ്പന്റെ അടുത്ത് ഞാൻ കുറച്ചു നാൾ മുന്നേ